ഇത് പറയുന്ന എനിക്കും ഇത് കേൾക്കുന്ന നിങ്ങൾക്കും എന്തോ ഒരു ലക്ഷ്യം ജീവിതത്തിലുണ്ട്. ലക്ഷ്യമില്ലാത്ത ഒരാളും ഇല്ല. മരണശയ്യയിൽ കിടക്കുന്ന ആൾക്കും ഒരു ലക്ഷ്യമുണ്ട്. അത് എന്താണെന്നുള്ളതല്ല, ഓരോരുത്തർക്കും വ്യത്യാസം ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ ഈ ലക്ഷ്യത്തിലേക്ക് ആദ്യം ആവശ്യം എന്താണ്? ഒരിടത്തുനിന്ന് വേറൊരിടത്തിലേക്ക് എത്തലാണല്ലോ ലക്ഷ്യം. ഒരിടത്തുനിന്ന് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് നിന്നല്ല കേട്ടോ. അപ്പൊ അതിനൊക്കെ ഒരു എനർജി വേണം. കോഴിക്കോട് നിന്ന് കാറ് ഓടിച്ചിട്ട് തിരുവനന്തപുരം പോകണം. വാഹനം ഉണ്ട്, ഒക്കെ ഉണ്ട്, ഒക്കെ റെഡി. പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്, പെട്രോൾ. ആ പെട്രോൾ എന്ന എനർജി ഉണ്ടെങ്കിലാണ് വാഹനം അവിടെ എത്തുകയുള്ളൂ. ആ എനർജിയാണ് ജീവിതത്തിനെ ഉയർത്തുന്നത്. ലക്ഷ്യസ്ഥാനത്തിന് എനർജിയെ ഒരുമിച്ച് അതിന് പേരാ കിട്ടും, ലക്ഷ്മി. എത്ര മഹത്തായൊരു നാമമാണ് ലക്ഷ്മി എന്നുള്ളത് അറിയാതെ പേരെന്താ ലക്ഷ്മി, ഗ്രാമീണര് ലക്ഷ്മി എന്നും പറയും. ആണ് ലക്ഷ്മി. ആ ലക്ഷ്മി സൂര്യനായിട്ട് ബന്ധമുണ്ട്, എനർജി എന്ന അടിസ്ഥാന ശക്തിവിശേഷമായിട്ട് ബന്ധമുണ്ട്. ആ ശക്തിവിശേഷത്തിന്റെ നിറമാണ് ചുവപ്പ്. അതിനെ പൂർണ്ണത എന്ന് പറയും. പൂർണ്ണമായിരിക്കണം. പഞ്ചസാര ഭരണിന്ന് പഞ്ചസാര എടുക്കുമ്പോ ചെറിയ പാത്രം മതി, അതിന് മുഴുവൻ പഞ്ചസാര ഉണ്ടാവണം. അടിയിൽ തീരാറായിരിക്കണം, എന്നിട്ട് ഇങ്ങനെ വരണ്ടല്ല. പൂർണ്ണത അതിലുണ്ടാകണം ഏതൊന്നിലും. നമ്മുടെ ജീവിതം പൂർണ്ണമാണ് എന്ന തോന്നലും ഉണ്ടാവും. ഇത് ചെറിയൊരു കാര്യമല്ല, എന്റെ ജീവിതം പരിപൂർണമാണ്. ഈ ലക്ഷ്മിയെക്കുറിച്ച് പറയുന്ന ഒരു കാര്യത്തിലേക്ക് ഞാൻ ഇന്ന് ഫോക്കസ് ചെയ്യാം. ലക്ഷ്മി സുഗന്ധപ്രിയയാണ്. നമ്മളിപ്പോ ഈ സുഗന്ധം എന്നൊക്കെ വിളിച്ചിട്ടുണ്ടെങ്കിൽ മേലെ അത്തർ സ്പ്രേ ചെയ്യുന്നതാണ്. അതൊന്നും സുഗന്ധമല്ലാന്ന് പറഞ്ഞില്ല. ഇന്നലെ ഒരു ചെറുപ്പക്കാരൻ എനിക്ക് ഒരു അത്തറിന്റെ ബോട്ടിൽ തന്നു. അത്തറിനെ പറ്റി അയാളോട് മോശം പറയായിരുന്നല്ലോ. ഒരു സന്തോഷിച്ചത് എന്താണ്, കൂടിയ അത്തറായിരിക്കാം. ഞാനത് അലമാരയിൽ വെച്ചപ്പോ അതേമാതിരി ഒരു ബോട്ടിൽ വേറെ ആരും തന്നിരിക്കുന്നുണ്ട്. സുഗന്ധം എന്ന് പറഞ്ഞാൽ ഈ സുഗന്ധം മാത്രമല്ല. പക്ഷെ നമുക്ക് സുഗന്ധം മനസ്സിലാവണമെങ്കിൽ ഒരു അത്തറോ പനീർ പുഷ്പമോ എന്തെങ്കിലും ഒന്നും പറയാതെ പറ്റില്ല. ലക്ഷ്മി സുഗന്ധപ്രിയയാണ് എന്ന് പറയുമ്പോ എന്റെ ഗന്ധമായിട്ട് ബന്ധപ്പെട്ട് കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ഇങ്ങനെയുള്ള എല്ലാ ഇന്ദ്രിയങ്ങളിലും ഗന്ധം. പഞ്ചഭൂതങ്ങളിൽ ഭൂമി തത്വം ആണ് ഗന്ധം. ഭൂമി തത്വം. ഈ ഭൂമി തത്വമായ ഗന്ധത്തിലൂടെയാണ് നാം ഓരോരുത്തരെ സ്നേഹിക്കുന്നതും വെറുക്കുന്നതും. എന്നെ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത, അല്ലെങ്കിൽ ഒരു 5 കൊല്ലമായിട്ട് കാണാത്ത എന്റെ ഒരു ബന്ധുക്കാരൻ അമേരിക്കയിലുണ്ടെന്ന് വെക്കുക. ആള് അമേരിക്കയിലാ. അമേരിക്ക എന്ന് പറഞ്ഞാൽ ഈ ഗോളത്തിന്റെ താഴെയാണ്. ആ വ്യക്തിയോട് എനിക്ക് സ്നേഹം തോന്നുന്നതും എനിക്ക് വെറുപ്പ് തോന്നുന്നതും പ്രവൃത്തിയോ വർത്തമാനോ ഒന്നുമല്ല, ആ വ്യക്തിയുടെ ബോഡിയിൽ വരുന്ന പരിവർത്തനങ്ങള്, ആ ഗന്ധം ഇവിടെ നമുക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ആളെ നമ്മൾ വെറുക്കുന്നത്. അവരിപ്പോ ഒന്നും ചെയ്തിട്ടില്ല.
വലിയ ഇഷ്ടമായിരുന്നു. എന്നിട്ടിപ്പം വിശേഷിച്ച് അവർ തെറ്റ് ചെയ്തോ? ഇല്ല. അവരുടെ മാനസിക തലങ്ങൾ മാറുമ്പോൾ അവരുടെ ഗന്ധത്തിന് മാറ്റം വരുമ്പോൾ, ഈ ഗന്ധം ഇങ്ങനെ അടുത്ത് വരുന്ന ഗന്ധം എന്നല്ല, അയാൾ ഏത് സ്ഥലത്താണെങ്കിലും ശരി, ഈ ഗന്ധത്തെ നമ്മുടെ ഇന്ദ്രിയം പിടിച്ചെടുക്കുമ്പോൾ ആ ആളോട് വെറുപ്പ് തോന്നും. എന്തൊക്കെ കാര്യം ചെയ്തിട്ടല്ല, അതിന് വെറുതെ ഒരു കാരണമൊക്കെ പറയും. അല്ല, ഗന്ധങ്ങളിലൂടെയാണ് തിരിച്ചറിയുന്നത് മുഴുവൻ. വളരെ നടന്നു പോകുന്ന സമയത്ത് എന്നെ ആക്രമിക്കാൻ വരുന്നു തോന്നിയൊരു നായ ആക്രമിച്ചില്ല. സംഭവം എന്താ വെച്ചാ, എന്തോ എന്റെ വീട്ടിൽ എപ്പോഴോ കയറി വരുമ്പോ എന്റെ ഭാര്യ എന്തോ കൊടുക്കുന്നുണ്ട്, അപ്പൊ ഞാൻ അവിടെ വെക്കുന്നുണ്ട്. ഈ ഗന്ധം അത് തിരിച്ചറിഞ്ഞു. ഇത് നായയുടെ ഗന്ധം നമ്മൾ ഉദാഹരണമായിട്ട് പറയാമെങ്കിൽ, മനുഷ്യര് ചുറ്റും ഗന്ധം ഭൂമി തത്വമാണ്. ഈ കാരണം കൊണ്ട് ലക്ഷ്മി എന്നുള്ള ആ ശക്തിവിശേഷത്തെ ഭൂമിയായിട്ട് ബന്ധപ്പെടുത്തുമ്പോൾ ലക്ഷ്മി സുഗന്ധപ്രിയയാണ് എന്ന് പറയും. വളരെ ശ്രദ്ധിക്കണം. ലക്ഷ്മി സുഗന്ധപ്രിയ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ലക്ഷ്മി എന്ന് പറഞ്ഞല്ലോ, അപ്പൊ ഒരു ലക്ഷ്മി ഉണ്ടല്ലോ, അപ്പൊ ഭൂമി തത്വമാണല്ലോ സുഗന്ധപ്രിയ. യഥാർത്ഥത്തിൽ ഗന്ധം എന്നുള്ളതേ ഉള്ളൂ. സുഗന്ധം എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമാണ്. ദുർഗന്ധം എന്ന് പറയുന്നത് ഒന്ന് തൽക്കാലത്തേക്ക് ഇല്ല എങ്കിലും നമ്മുടെ ബോഡിയിലേക്ക് അത് ആവശ്യമില്ലാത്തതിനാൽ അതിനെ ദുർഗന്ധമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. നമ്മൾ വളരെ ദുർഗന്ധം എന്ന് പറയുന്ന സാധനം വേറെ ചില ജീവികൾക്ക് സുഗന്ധമാണ്. മനുഷ്യൻ ദുർഗന്ധം എന്ന് പറയുന്ന ഒരു കാര്യം ഒരു നായയെ സംബന്ധിച്ചിടത്തോളം അത് സുഗന്ധമാണ്. അതിന്റെ കാരണം നായയുടെ ബോഡിയിലേക്ക് അത് ആവശ്യമാണ്, മനുഷ്യന്റെ ബോഡിയിലേക്ക് അത് ആവശ്യമില്ല. അങ്ങനെ വരുമ്പോ ഗന്ധത്തെ കുറിച്ച് പറയുമ്പോൾ ആചാര്യന്മാർക്ക് സുഗന്ധം എന്നേ പറയാൻ കഴിയുള്ളൂ. ലക്ഷ്മിയുടെ ദേവാലയത്തിലേക്ക് പോയാൽ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, ദേവാലയത്തിൽ പോയിട്ടുണ്ടെങ്കിൽ തിരക്കിലെ ക്യൂല് നിൽക്കുന്ന സ്വഭാവക്കാരൻ അല്ല ഞാൻ. വല്ലാതെ തിരക്ക് കണ്ട അങ്ങോട്ട് കയറൊന്നുമില്ല. ഇതേപ്പറ്റി അറിയാത്തവരിനോട് ചോദിക്കും, പിന്നെ എന്തെങ്കിലും അങ്ങോട്ട് വന്നേന്ന് ചോദിക്കും. അല്ല, ആ ലക്ഷ്മി എന്താണ്, അവിടുത്തെ രീതികള്, അത് സ്ഥാപിച്ച രീതി, അതിന്റെ സ്ഥാനം, ചുരുങ്ങിയത് 48 മിനിറ്റ് എങ്കിലും നമ്മൾ ആ വലയത്തിൽ നിൽക്കണം. അപ്പൊ നമുക്ക് സുഗന്ധം ഉണ്ടാകും. ശരീരത്തിന്റെ യഥാർത്ഥ ഗന്ധം സുഗന്ധം ആണ്. ഒരു വ്യക്തിയുടെ, എന്റെ ശരീരത്തിന്റെ ഗന്ധം എന്നെ ഒരിക്കലും കാണാത്തവരും തിരിച്ചറിയുന്നുണ്ട്. ഇതാണ് സുഗന്ധം. ഈ സുഗന്ധത്തിന്റെ പട്ടികയില് ലക്ഷ്മി സുഗന്ധപ്രിയ ആണെന്ന് അറിഞ്ഞുകൊണ്ട് പണം വെക്കുന്ന പെട്ടിയില് കുറച്ച് ചന്ദനം, പച്ചക്കർപ്പൂരം, തുളസി, സുഗന്ധമുള്ള പൂക്കളൊക്കെ ഇടുന്നവരുണ്ട്. അത് ഇടാം, അതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ അത് ഇടുമ്പോ ഇതാണ് അതിന്റെ മീനിങ്. പെട്ടിയില് സുഗന്ധദ്രവ്യങ്ങള്, സ്പ്രേ അല്ല ഉദ്ദേശിക്കുന്ന കേട്ടോ, ചന്ദനം തുടങ്ങിയതാണ്. ഭൂമിയുടെ ഗന്ധമാണ് ചന്ദനം, ശരീരത്തിന്റെ ഗന്ധവും ചന്ദനമാണ്. നിങ്ങളുടെ ശരീരത്തിന് ചന്ദനഗന്ധം അനുഭവപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾ രോഗിയാണ് എന്നാണ് അർത്ഥം. വളരെ വിശാലമായൊരു അർത്ഥതലമാണ് ലക്ഷ്മിയിൽ നിൽക്കുന്നത്. ആ ലക്ഷ്മിയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ സമയം അതിക്രമിച്ചു. ഇനിയും വിശാലമായിട്ട് ചർച്ച ചെയ്യേണ്ട വിഷയമാണെന്ന് മാത്രം പറഞ്ഞ് വാക്കുകൾ സംഭരിക്കുന്നു.